ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യനാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്നേഹിതൻ എഴുതി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി വളരെ പരിമിതമായ വാക്കുകളിൽ എൻ്റെ ടൈം ലൈനിൽ എഴുതിയിട്ടുണ്ട്. ആ ടൈം ലൈനിൽ ഞാൻ എഴുതിയിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ലൈവിൽ പറഞ്ഞാൽ കുറെ കൂടെ ഉപകാരപ്രദമായിരിക്കും എന്ന ചില ആളുകൾ ഇന്ന് രാവിലെ ഞാനത് എഴുതി ഇട്ട ശേഷം എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വിഷയം അതേ ചോദ്യം അതിന്റെ ഉത്തരവും ഇവിടെ പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരാളിനോട് ചോദിച്ചു, അവരുടെ പ്രാദേശിക സഭയിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ സാത്താന് ഇപ്പോൾ തലയില്ല, ഉടൽ മാത്രമേ ഉള്ളൂ, അതുപോലെ സാത്താന്റെ പല്ല് കർത്താവായ യേശു പിഴുത് കളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സാത്താന് ഇപ്പോൾ പല്ലില്ലാതെ മോണ മാത്രമുള്ള ഒരു ജീവിയായിട്ടാണ് ആയിരിക്കുന്നത്. ഇത് എത്രത്തോളം ബൈബിളികമായി ശരിയാണ്, പൊരുത്തപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വിശദാംശം ഒരു ലൈവ് വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായി ഞാൻ ഈ സാത്താനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാത്താൻ, അതായത് പിശാച് എന്ന് നാം പറയുന്ന ദൈവ നീതിയുടെ ശത്രുവായിരുന്ന എതിരാളി, വാസ്തവത്തില് പിശാചായി പരിണമിച്ച ദൈവത്തിന്റെ പ്രധാന ദൂതനായിരുന്ന ലൂസിഫറാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം, അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ ലൂസിഫർ എന്ന് പറയുന്ന ഈ പ്രധാന ദൂതന്റെ സ്വർഗത്തിൽ നിന്നുള്ള പതനത്തെ സംബന്ധിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പതനത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് യെഹെസ്കേൽ പ്രവാചകൻ പറയുമ്പോൾ ബാബേൽ രാജാവിനോട് ഉപമിച്ചാണ് ഈ പിശാചിനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതനുസരിച്ച് 3 പ്രധാന ദൂതന്മാർ ആണുള്ളത്. 1 ലൂസിഫർ, 2 ഗബ്രിയേൽ, 3 മീഖായേൽ. ലൂസിഫർ, ഗബ്രിയേൽ, മീഖായേൽ എന്നിങ്ങനെ 3 പ്രധാന ദൂതന്മാരെ സംബന്ധിച്ച് നമുക്ക് തിരുവെഴുത്തിൽ പ്രധാന ദൂതന്മാർ എന്ന നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം വേദത്തിൽ എഴുതപ്പെട്ടതായി കാണുന്നുണ്ട്. അതിലെ യെശയ്യാവ് 14, യെഹെസ്കേൽ 28 ഈ അധ്യായങ്ങളിൽ പറയപ്പെടുന്ന വിവരണം അനുസരിച്ച് ലൂസിഫർ ദൈവത്തോട് ദൈവസിംഹാസനത്തിൽ മത്സരിക്കുകയും അങ്ങനെ ലൂസിഫറും അവനുള്ള വലിയൊരു സംഘം ദൂതന്മാരും ദൈവത്തിന്റെ ശാസനയാകുന്ന വെട്ടേറ്റ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിക്കുകയും ചെയ്തു. അങ്ങനെ നിപതിച്ച ആളുകളിൽ അവരുടെ തലവനായ ആളാണ് ഈ പിശാചായി പരിണമിച്ചത്. അപ്പൊ ലൂസിഫർ സമം പിശാചായി പരിണമിച്ച ദൈവത്തിന്റെ പ്രധാന ദൂതൻ. അവനോടുകൂടെ ഒരുപറ്റം ദൂതന്മാരുടെ സംഘവും വീണുപോയിട്ടുണ്ട്. കാരണം ലൂസിഫറിന്റെ ദൈവസിംഹാസനത്തിനെതിരെയുള്ള ഈ മത്സരത്തിൽ ദൈവത്തോട് മത്സരിച്ച ദൂതന്മാരുടെ ഒരു സംഘം, അവരും ഈ ദൂതന്മാരുടെ വീണുപോയിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനായ യൂദ എഴുതുമ്പോൾ വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല എന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ ആ ദൂതന്മാരെ 3 പ്രവിശ്യകളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1, നമ്മുടെ ഇവിടുത്തെ മിലിറ്ററിക്ക് 3 വിങ് ഉണ്ട്, നേവി, ആർമി, എയർഫോഴ്സ്. അതുപോലെ പിശാചിനും ആകാശത്തിന്റെ അധികാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും, അതുപോലെ വെള്ളത്തിന്റെ മേൽ അധിപതിയായിട്ടുള്ള ആളുകളും, ഭൂമിയിൽ ഊടാടി നടക്കുന്നവരുമായിട്ടുള്ള ആളുകളും എന്നിങ്ങനെ 3 വിങ്ങുകൾ ഉള്ളതായിട്ട് തിരുവെഴുത്തിന്റെ പരിശോധനയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരുപറ്റം ആളുകൾ എന്ന് പറഞ്ഞാൽ കഠിന മത്സരികളായിരുന്ന ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ അഗാധം എന്ന് പറയുന്നത് ടാർട്ടറസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അധമ പാതാളത്തിനും താഴെ വളരെ ഇരുട്ടുള്ള അറയായ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ കഠിന മത്സരികളായിരുന്ന ദൂതന്മാരെ വീണുപോയവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ന്യായവിധിക്കായി ഇനിയും അവരെ റിലീസ് ചെയ്യുന്നതുവരെ അവർ ആ അന്ധതമസിൽ കഴിയുന്നവരായിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ആകാശത്തിന്റെ അധിപതികളായിട്ടും ഭൂമിയിൽ ഊടാടി നടക്കുന്നവരായിട്ടും അതുപോലെ
ജലത്തിന്റെ മേൽ അധികാരമുള്ളവരായിട്ടും ഈ ഭൂമിയിൽ വിരാജിക്കുന്നുണ്ട്. അവരുടെ തലവനാണ് പിശാച്, അതായത് വീണുപോയ ലൂസിഫർ. ഈ ലൂസിഫർ വാസ്തവത്തില് സ്വർഗത്തിൽ നിന്ന് വീണതായ സമയത്ത് ദൈവം അവനെ വെട്ടി അവന്റെ തല ഛേദിച്ചിട്ട് അങ്ങനെ ആ ബാക്കി കഴുത്തും ഉടലും മാത്രമായി ഇവൻ താഴോട്ട് വന്നു എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. അത് തെറ്റായ ഒരു ധാരണയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൂതന്മാരും പിശാചും ഒന്നും നമ്മൾ മനുഷ്യരെ പോലെ ജഡ ശരീരമുള്ള ജീവികളല്ല. അവരെ ആത്മജീവികൾ എന്നാണ് വിളിക്കുന്നത്. ആത്മജീവികളാകുന്ന ഈ ജീവികൾ നമ്മളെപ്പോലെ മാംസമോ രക്തമോ അസ്ഥിയോ മറ്റ് ഈ മാനുഷികമായ ജഡ സംവിധാനങ്ങളോ ഉള്ളവരല്ല. അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്ന പോലെ ഈ നിലയിലുള്ള ഒരു ഫങ്ഷണൽ ഓർഡർ ഈ ശരീരം സംബന്ധിച്ച് ഇല്ല. എന്നാൽ അവർ ആത്മജീവികളാണ്. ഈ സാത്താന്റെ തലയെ കർത്താവായ യേശു തകർത്തു എന്നൊക്കെ പറയുമ്പോൾ ആരാധനവേളയിൽ നമ്മുടെ ആളുകളൊക്കെ ഇതിനെ അതിശയോക്തി കൽപ്പിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ എന്റെ ബാല്യത്തിൽ ഞാൻ കേട്ട ഒരാൾ പറഞ്ഞാണ്, സാത്താൻ ഇപ്പോൾ പല്ല് കൊഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നുവെന്നാണ്. അവ അലർന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങും, പല്ലില്ലാത്തതുകൊണ്ട് വിഴുങ്ങാൻ മാത്രമേ സാധിക്കുള്ളൂ, കടിക്കാൻ സാധിക്കില്ലെന്നൊക്കെയാണ് ഈ വ്യാഖ്യാനം. എന്താണ് ഈ പല്ല്, എന്താണ് ഈ തല? അതാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവൻ ആത്മജീവിയാണെങ്കിൽ ഒരു പേഴ്സണാണ്, പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അപ്പൊ പിശാച് എന്ന നിലയിൽ അവൻ വീണുപോയ ദൂതനാണെങ്കിലും അവനും ഒരു വ്യക്തിയാണ്, അവനൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ഒരു ആളത്വമുണ്ട്. പിശാചിന്റെ ആത്മലോകത്തെ ഒരു ആളത്വമുണ്ട്. അത് ദൃശ്യം ആകുന്നതല്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഈ തല എന്ന സാധാരണയായി നമ്മൾ പറയുന്നത് അധികാര കേന്ദ്രത്തെയും അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തെയും നിയന്ത്രണ കേന്ദ്രത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനം പറഞ്ഞാൽ ഡൽഹിയാണ്. അപ്പൊ രാജ്യത്തിന്റെ തല അല്ലെങ്കിൽ ഭരണ വികരണ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഷിംഗ്ടൺ DC ആണ് അതിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ തല എന്ന വാക്കുകൊണ്ട് ഫിസിക്കൽ ഹെഡിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഭരണ അധികാര വികേന്ദ്രീകരണ കേന്ദ്രത്തെ കുറിച്ചാണ്. പിശാച് ദൈവസേനയിൽ മത്സരിച്ച നിമിഷം മുതൽ ദൈവത്തോടും ദൈവത്തിന്റെ സിംഹാസനത്തോടും നിരന്തരമായി മത്സരിച്ച് അവന്റെ സിംഹാസന വിരോധമായി പ്രവർത്തിക്കാൻ ഒരു അധികാര വികേന്ദ്രീകരണ കേന്ദ്രം സെറ്റപ്പ് ചെയ്യായിരുന്നു പിശാച്. അതിന് അവനും അവന്റെ കൂടെ വീണുപോയ ദൂതന്മാരുടെ വലിയൊരു സംഘവും ഏറിയ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മരണമാണ്. മരണമെന്ന ആയുധം കൊണ്ടാണ് മാനവരാശിയെ അവൻ കീഴ്പ്പെടുത്തുകയും ദൈവ സിംഹാസനത്തെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചിന്റെ ആയുധമായിരുന്ന മരണം, ആ മരണത്തെ തന്നെ ശിരസ്സ വഹിച്ചുകൊണ്ട് തന്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി പിശാചിന്റെ അധികാരത്തെ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണ കേന്ദ്രത്തെ അതിനെ നള്ളിഫൈ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. ആ വചനഭാഗം കുറെ കൂടെ തെളിവായി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളെ ഏറെ സഹായിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കൊലോസ് ലേഖനത്തിലെ ആ വാക്യം ഞാൻ വായിക്കുന്നു. കൊലോസ് ലേഖനം അതിന്റെ 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ നമ്മൾ പൗലോസ് പറയുമ്പോൾ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും വർഗം വെപ്പിച്ചിട്ട് അവരുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി അവരെ എന്നേക്കുമായി പിശാചിനെയും അവന്റെ സൈന്യത്തെയും കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ആ വചനഭാഗത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ ആധിപത്യം അല്ലെങ്കിൽ അവന്റെ ആയുധവർഗത്തെ ദൈവം അടിയറവ് വെപ്പിക്കുകയും അതുപോലെ തന്നെ പിശാചിന് ഇനി ഒരിക്കലും അവന്റെ അധികാര കേന്ദ്രം സ്ഥാപിച്ച് ദൈവസിംഹാസന വിരോധമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പിശാചിനെ കൊണ്ടുവരികയും ചെയ്തു. പിശാചിന്റെ ആയുധമാകുന്ന മരണത്തെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിന്മേൽ വഹിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് ആ മരണത്താൽ എന്ത് ചെയ്തു? എന്നേക്കുമായി നമ്മുടെ മരണത്തെ
കർത്താവ് വായിച്ചു. 2-ാം അധ്യായം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവ് കാൽവല്ലെ ക്രൂശിൽ എന്താണ് ചെയ്തത്? മരണമില്ലാത്ത ദൈവം മരിക്കാൻ കഴിയുന്ന മനുഷ്യപ്രകൃതം സ്വീകരിച്ചിട്ട് പിശാചിന്റെ ആയുധമായ മരണത്തെ തന്റെ സ്വന്തം ശരീരത്തിന്മേൽ ആവാഹിച്ച് തന്റെ മരണത്താൽ മരണത്തെ സദാകാലത്തേക്കും കീഴ്പ്പെടുത്തി മരണത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയപ്പോൾ പിശാചിന്റെ ഭരണതന്ത്രം അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രം കർത്താവായ യേശു ക്രൂശിന്മേൽ നിർവീര്യമാക്കി. അതുമുതൽ പിശാചിനൊരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല. ഇന്നും അവന്റെ പ്രവർത്തനങ്ങൾ ദൈവജനത്തിന്റെ ഇടയിലും അവിശ്വാസിടയിലും അനുസ്യൂതം തുടരുന്നുണ്ടെങ്കിലും പിശാചിന് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പിശാചിന്റെ തലയെ ക്രിസ്തു തകർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ കഴുത്തിന് മുകളിൽ കാണുന്ന ഒരു തല പിശാചിനുണ്ടെന്നും ആ തലയെ കർത്താവ് ക്രൂശിന്മേൽ വെച്ച് ചതച്ച് അത് പഞ്ചറാക്കിയെന്നും അല്ല എന്റെ അർത്ഥം. മറിച്ച് ഒരു അധികാര കേന്ദ്രം സ്ഥാപിക്കാൻ ക്രിസ്തുവിന് വിരോധമായി, അവന്റെ രാജ്യത്തിന് വിരോധമായി പിശാച് ഒരു അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും തനിക്കൊരു ക്യാപിറ്റൽ കൺട്രോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നുള്ള തന്റെ ആഗ്രഹത്തെ കർത്താവ് ഇല്ലാതാക്കി അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. മരണം അവന്റെ ആയുധമായിരുന്നു. ആ ആയുധത്തെ കർത്താവായ യേശു കവർച്ച ചെയ്തു. തന്റെ മരണത്താൽ മരണത്തിനുമേൽ അവൻ ജയോത്സവം കൊണ്ടാടി പിശാചിന്റെ ആയുധങ്ങളെ അവൻ അടിയറവ് വെപ്പിച്ചു. അവനെ മാത്രമേ അവന്റെ സൈന്യത്തെയും പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിശാചിന്റെ പല്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ പിശാച് തനിക്കിനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തില് അവന്റെ പല്ല് കർത്താവായ യേശു ക്രൂശിൽ വെച്ച് പറിച്ചു എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. കർത്താവ് ഒരു കൊള്ളിലും കൊണ്ടുപോയി പിശാചിനെ താൻ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പിശാചിന്റെ വായിൽ നിന്ന് ഈ പല്ല് കൊടുലുകൊണ്ട് നമ്മുടെ ഡെന്റിസ്റ്റുകൾ പറിക്കുന്ന പോലെ പറിച്ചിട്ട് ഇപ്പൊ പല്ലില്ലാത്ത മോണയുമായി മാത്രം പിശാചി നടക്കുകയും അവൻ നമ്മെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ദുർവ്യാഖ്യാനം. അങ്ങനെയല്ല. പല്ല് എന്ന് പറയുന്നതിനുള്ളതാണ് ചതച്ച് അരച്ച് ആഹാരം ഇറക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഒന്നാണ്. മൃഗജാലങ്ങൾക്കെല്ലാം അതുണ്ട്, മനുഷ്യനുമുണ്ട്. അപ്പൊ ഈ പല്ല് പറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മുൻകാലങ്ങളെ പോലെ നമ്മെ ചതച്ച് അരയ്ക്കാൻ പിശാചിന് സാധിക്കത്തില്ല. അവന്റെ ശക്തിയെ കർത്താവായ യേശു നിർവീര്യമാക്കി എന്നാണ്. ഇത് സാധിച്ചത് കാൽവല്ലെ ക്രൂശിലാണ്, യേശു ക്രിസ്തുവിന്റെ പ്രതിപകര മരണത്തിലാണ്. അങ്ങനെ എന്ത് ചെയ്തു? പിശാചിന്റെ അധികാരത്തിന്റെ കീഴിൽ ആയിരുന്ന എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണവിധികൾ അടിമേലായവരെ വിടുവിച്ചു. അപ്പോൾ പിശാചിന്റെ അധികാര കേന്ദ്രത്തെ കർത്താവ് നിർവീര്യമാക്കി തകർത്തു കളഞ്ഞു. നീ പിശാചിന് ഒരിക്കലും ദൈവരാജ്യത്തിനെതിരെ ഒരു സാമ്രാജ്യം ക്രോഡീകരിച്ച് അതിന്റെ മേൽ അധിപനായിരിക്കാൻ സാധിക്കത്തില്ല. ഏറ്റവും ഒടുവിലായി ഇനി സംഭവിക്കാനുള്ളത് അവനെ നരകത്തിലോട്ട് തള്ളിയിടുന്ന കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ശക്തി ക്ഷയിച്ച ഒരു സിംഹ സമാനമായിട്ടാണ് പിശാച് ഇന്ന് ഭൂമിയിൽ ഉള്ളത്. അതാണ് വാസ്തവത്തിൽ ക്രിസ്തു അവന്റെ തലയെ തകർത്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ഒരു ഫിസിക്കൽ ഹെഡ് അല്ലെങ്കിൽ ഭൗതികമായ ഒരു തലയോ ഭൗതികമായ പല്ലോ ഒന്നും പിശാചിന് ഇല്ല. പിശാച് ഒരു ആത്മജീവിയാണ്. കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28 ഇത്യാദി അധ്യായങ്ങൾ വായിക്കുവാൻ മാന്യ പ്രേക്ഷകരെ കർത്താവിൽ ശുപാർശ ചെയ്തുകൊണ്ട് തൽക്കാലം ഇത് നിർത്തട്ടെ.